എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഭാവി എന്താണെന്നാണ്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ ഇതെല്ലാവർക്കും റെസനേറ്റ് ആണോ എന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കാലാതീതമാണ്, എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഭാവി എന്താണ്, ഇതാണ് നാം അറിയാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഓരോ കാർഡുകളിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് ലവേഴ്സ് എന്ന കാർഡാണ്. പ്രണയബന്ധത്തിന് ആഴമേറിയൊരു ബന്ധമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കും ഉടൻ തന്നെ. ശാരീരികമായും മാനസികമായും നിങ്ങൾ കൂടുതൽ അടുത്തറിയും. ആത്മീയമായും ആ ആകർഷണം ഉണ്ടാകും. നിങ്ങളുടേതായ ഒരു വലിയ തിരഞ്ഞെടുപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ വലിയ അർത്ഥത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റാർക്കും നിങ്ങൾ ഇതുവരെ നൽകാത്ത ഒരു സ്ഥാനം, നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റാർക്കും നിങ്ങൾ ഇതുവരെ നീട്ടിക്കൊടുക്കാത്ത അല്ലെങ്കിൽ കരുതി വെക്കാത്ത ഒരു ഇഷ്ടത്തിൻ്റെ ഏട് നിങ്ങൾക്കിവിടെ ദൃശ്യമാണ്. എത്രയോ മടങ്ങാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് നിങ്ങൾ എത്ര വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ആ സ്ഥാനം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ്. ആ സ്ഥാനം എന്നെന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്കും, ആ വ്യക്തിയില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും കഴിയാത്തത്ര ആഴത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടേതായൊരു ലോകം പ്രണയത്തിൻ്റേത് നിങ്ങൾ തീർക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേരും എത്രയോ പ്രിയപ്പെട്ടതാകുന്നു. അതുതന്നെയാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും. നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോകാം. 2 ഓഫ് കപ്സ് എന്നാണ്. സമതുല്യതയും പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു ബന്ധവുമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും ഒരു പുതിയ പ്രണയബന്ധം അല്ലെങ്കിൽ നിലവിലുള്ള പ്രണയബന്ധം കൂടുതൽ ശക്തമാകുന്നതിനെയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് മാനസികമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു പുതുതായി, അല്ലെങ്കിൽ നിലവിൽ ആടിക്കുഴഞ്ഞിരുന്ന ഒരു ബന്ധം, നിലവിൽ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകാത്ത ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരാൾ പെട്ടെന്ന് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പെട്ടെന്ന് ആ ബന്ധത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാകുന്നു. നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരാൾ നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്ന ഒരാൾ ആളുടെ യഥാർത്ഥ സ്വഭാവവും ആളുടെ യഥാർത്ഥ സ്നേഹവും അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാളായി ആ വ്യക്തി മാറുന്നു. ഒരുപക്ഷെ തമാശക്ക് തുടങ്ങിയ ഒരു ബന്ധമാകാം. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുകയും നിങ്ങളും ആ വ്യക്തിയും ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്തുകൊണ്ട് ഒരുമിക്കാനുള്ളൊരു പ്രവണത, ഒരുമിക്കാനുള്ളൊരു എനർജി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടാകുന്നു. അവിടെ പ്രണയം മാത്രമാണ് പരിഗണന, ആത്മാർത്ഥമായ ഇഷ്ടം മാത്രമാണ് പരിഗണന. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിനെയും പരിഗണിക്കാതെ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അവയിലൊന്നും തകരാതെ നിലനിന്ന് പോകുന്നു. തീർച്ചയായിട്ടും മൂന്നാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. വീൽസ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നൊരു കാർഡാണ്. പ്രണയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനിടയുണ്ട്. ഒരുപക്ഷെ മാറിമറിച്ചിലുകൾ നിങ്ങളുടെ പ്രണയത്തിലുണ്ടാകും. ചിലപ്പോൾ അത് കൂടുതൽ ദൃഢമാകും. ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ മാറി നിങ്ങളെ മനസ്സിലാക്കും. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രണയത്തെ തകർക്കാൻ ശ്രമിച്ചേക്കാം. അവരുടെ സങ്കീർണമായ ശ്രമങ്ങൾക്കൊടുവിൽ നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും. ഒരിക്കലും ഭാഗ്യം, പുതിയ അവസരം എന്നിവ നിങ്ങളെ പിന്തുണയ്ക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെട്ട പ്രണയമാണ്, പരീക്ഷിക്കപ്പെടുന്ന പ്രണയമാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ടായിരിക്കുന്നു. അത് സ്വാഭാവികവുമാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒന്നായി കാണുന്നവരെല്ലാവർ ഒരുമിച്ച്
ചിരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോഴും രണ്ടെന്ന ഭാവം അവരിലുണ്ടാകുന്നു. അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനും ശ്രമം നടത്തിയേക്കാം. പക്ഷെ പരാജയപ്പെടാതിരിക്കുക. കാരണം പ്രണയത്തിൻ്റെ ഏറ്റവും മഹത്തായ മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഭവിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ അത്രത്തോളം നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്. ആരുടെയും കണ്ണീരോ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകിയ മഹത്തായ കരുത്തുകളിൽ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയായ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ശക്തി ഒരിക്കലും വേദനിപ്പിക്കില്ല. ആർക്കും നന്മയുണ്ടാകാൻ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു ദുരിതവും ഉണ്ടാകരുതേ എന്ന് നിങ്ങൾ മനസ്സ് അറിയാതെ, ഹൃദയം അറിയാതെ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കൈവരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യവും തരണം ചെയ്ത് നിങ്ങളുടെ പ്രണയബന്ധം പോകും. അത് സൗഭാഗ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.